എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഉഴുന്നുപാലാണ്. ഈ ഒരു പൊള്ളുന്ന ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാനും ശരീര ആരോഗ്യം നിലനിർത്താനും അതുപോലെ നൊയമ്പ് നോൽക്കുന്ന എൻ്റെ കൂട്ടുകാർക്കും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒന്നുകൂടെയാണ്. അപ്പോൾ ഇതുവരെയും ഇതുപോലൊരു ഹെൽത്തി പാല് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് വീടുകളിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ഉഴുന്ന് പാല് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഉഴുന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തിട്ടുള്ള ഉഴുന്ന് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഉഴുന്ന് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേവിച്ചെടുക്കുന്നതിനായിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ മൂടിയിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 5 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിൻ്റെ എയറെല്ലാം പോയി വന്നപ്പോൾ നമുക്ക് ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഉഴുന്നിൻ്റെ ചൂട് ആറി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വെന്ത് വന്നിട്ടുള്ള ഉഴുന്നിൻ്റെ ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഉഴുന്ന് അരച്ചെടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഉഴുന്ന് ഞാനിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അരച്ചെടുത്തിട്ടുള്ള ഉഴുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഈ ഒരു ഉഴുന്നുമാവിൻ്റെ ആ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഉഴുന്നിപ്പോൾ നല്ലോണം ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ വെള്ളവും കൂടി ചേർന്ന് നമ്മുടെ ഉഴുന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഉഴുന്ന് പാലിലേക്ക് ചേർക്കാം. വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ മധുരം നോക്കിയിട്ട് ആവശ്യമായ മധുരം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഉഴുന്ന് പാലിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. ഉഴുന്നായതുകൊണ്ട് അടിയിൽ പിടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുത്ത് വേണം നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ട്. വളരെ സിമ്പിളാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ നല്ലവണ്ണം തന്നെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ഗ്ലാസ് പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് ചേർക്കുന്നത്. 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും കൂടെ ചേർന്ന് ഒന്നുകൂടെ ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോഴും ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ലൂസിലാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. അധികം കട്ടിയായിട്ടുണ്ടെങ്കിൽ ചൂടാറി വരുമ്പോഴേക്കും നമുക്കിത് കുറുക്ക് മാതിരി ആയിപ്പോകും. ഇതുപോലെ പാല് പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കേണ്ടത്. ഇനിയിപ്പോൾ പാലും കൂടെ ചേർന്ന് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാലും കൂടി ചേർന്നിട്ട് നല്ലോണം തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്നുകൂടെ തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് താഴേക്ക് ഇറക്കി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അല്പം ചുക്കും ഏലക്ക പൊടിച്ച പൊടി കൂടെ ചേർക്കാം. ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഗാർണിഷ് കൂടെ ചെയ്തെടുക്കാം. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് 1 പിടി കാഷ്യൂ ചേർക്കാം. ഇവയുടെ ഒപ്പം തന്നെ 1 പിടിയോളം നാളികേരം തിരുമ്മിയത് കൂടെ ചേർക്കാം. ഇനി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 5-6 റൈസിൻസ് ചേർത്തിട്ടുണ്ട്. അധികം ഒന്നും ചേർത്തിട്ടില്ല, കുറഞ്ഞ അളവിലാണ് ചേർത്തിട്ടുള്ളത്. നാളികേരം ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരണം. അതുവരെയും നല്ല പോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നാളികേരം ഇപ്പോൾ മൂപ്പായി വന്നിട്ടുണ്ട്. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത നാളികേരവും നെയ്യും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ ഉഴുന്നുപാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു നോയമ്പ് നാളിൽ നിങ്ങൾ പലതരം വിഭവങ്ങളൊക്കെ തയ്യാറാക്കി കഴിക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലെ ഹെൽത്തി ഉഴുന്നുപാല് എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. തയ്യാറാക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.